പ്രതിപക്ഷ നിരയിലേക്ക് പോകുമ്പോൾ അവിടെ ഘടകകക്ഷികൾ പോലും പിന്തുണയ്ക്കാനില്ല. പല വിഷയങ്ങളിലും ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു വിഷയത്തിൽ ചർച്ച വന്നാൽ പോലും ഘടകകക്ഷികൾക്കൊരു സമയം അനുവദിക്കും സ്പീക്കർ. അങ്ങനെ സംസാരിച്ച് പ്രതിപക്ഷത്തെ എതിർക്കാൻ പറ്റുന്ന ഘടകകക്ഷികൾ പോലും ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നിരയിൽ ഇല്ലാത്ത സാഹചര്യമാണ്. CPM-ഉം CPI-യും മാത്രമായി ഈ പ്രതിപക്ഷം ചുരുങ്ങിപ്പോയി എന്നത് മാത്രവുമല്ല, പല വിഷയങ്ങളിലും സർക്കാരിനെ എതിർക്കാനുള്ള ശേഷി എന്നത് ഈ 35 അംഗങ്ങളിലേക്ക് ചുരുങ്ങിയും പോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ്, ഉപപ്രതിപക്ഷ നേതാവ് എന്നിവർ പ്രസക്തരാകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നതാണ് അഭിലാഷ്. 2011 ആ പ്രതിപക്ഷ നിര VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും MA ബേബിയും EP ജയരാജനും തോമസ് ഐസക്കും G സുധാകരനും AK ബാലനും ഇളമരം കരീമും K രാധാകൃഷ്ണനും ഉൾപ്പെടുന്ന CPM നേതാക്കൾ മാത്രം മതി അന്ന് ഏറ്റവും അതിശക്തരായ നേതാക്കൾ. CPIയുടെ മറ്റ് യുവ നേതാക്കൾ അടക്കമുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു VS സുനിൽകുമാറിനെ പോലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉള്ള വലിയൊരു E ചന്ദ്രശേഖരൻ പോലെ വലിയ പ്രധാനപ്പെട്ട നേതാക്കളുടെ നിര അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രതിപക്ഷ ബെഞ്ച് നോക്കുമ്പോൾ ട്രഷറി ബെഞ്ചുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർത്തും ശുഷ്കമാണ്. അവിടെ പിണറായി വിജയൻ പൂർണ്ണമായും പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കുമെന്ന കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങൾ ഉയർന്നു വരുന്നു. അദ്ദേഹം ഒരുപക്ഷെ അതിന് തയ്യാറായേക്കില്ല. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ തന്നെ മാറി നിൽക്കുമോ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പിന്നീട് ഉള്ളത് KN ബാലഗോപാലാണ്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം സ്വാഭാവികമായും അത്ര അഗ്രസീവായ നേതാവ് കൂടിയല്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തിലെ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ കുറച്ചൊക്കെ സംശയമുള്ളവരും ഉണ്ടാകാം. KN ബാലഗോപാൽ കഴിഞ്ഞാൽ പിന്നീട് സജി ചെറിയാനെ പോലുള്ള മുഹമ്മദ് റിയാസിനെ പോലുള്ള സംസ്ഥാന സെക്രട്ടറി ാകാം അവിടെ മുൻനിരയിലേക്ക് എത്തുക. K രാജൻ മന്ത്രിയുണ്ട്, മുൻ മന്ത്രിയുണ്ട്, K രാജനുണ്ട്. അത്തരത്തിൽ CPI GRNനെ പോലുള്ള മുൻ മന്ത്രിമാർ, P പ്രസാദ്, അങ്ങനെ കുറച്ച് നേതാക്കൾ CPI 8 പേരെ ഉള്ളെങ്കിൽ പോലും അവർക്ക് പ്രധാനപ്പെട്ട ചില നേതാക്കൾ 3 മന്ത്രിമാരെ ജയിപ്പിക്കാൻ CPI കഴിഞ്ഞു. പക്ഷേ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും പരാജയപ്പെടുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തന്നെ ഉയർത്തിക്കാട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന P രാജീവിനെ പോലുള്ളവർ വളരെ ചുരുങ്ങിയ കാലത്താണെങ്കിൽ പോലും നിയമസഭയിൽ ഭരണപക്ഷ ബെഞ്ചിനു വേണ്ടി വീറോടെ വാദിച്ച MP രാജേഷിനെ പോലുള്ളവരൊക്കെ ഈ സഭയുടെ ഇടതുപക്ഷത്തെ നഷ്ടങ്ങളായി മാറുമെന്ന ഉറപ്പാണ്. അവിടെയാണ് വളരെ അഗ്രസീവായ ഒരു ഭരണപക്ഷം ഉണ്ടാകും. VD സതീശന്റെ സ്റ്റൈൽ നമുക്കറിയാം, ശൈലി നമുക്ക് അറിയാം. അവിടേക്ക് ജ്യോതികുമാർ ചാമക്കാലയെ പോലെയുള്ള പുതുമുഖങ്ങൾ, PK ബഷീർ ഒരുപക്ഷെ മന്ത്രിയായി വരാം. അത്തരം ആളുകളുണ്ട്. സന്ദീപ് വാര്യർ സഭയിലേക്ക് വരുന്നു. BJP നിരയിലാണെങ്കിൽ പോലും V മുരളീധരനെ പോലെ നന്നായി സംസാരിക്കുന്ന ഒരു നേതാവ് BJP നിരയിലും ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രതിപക്ഷ നിര വളരെ ശുഷ്കമായി മാറിപ്പോകുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. അതെങ്ങനെ CPM മറികടക്കും? യുവ നേതാക്കൾ KV സുമേഷിനെ പോലുള്ള നേതാക്കളൊക്കെ ഒരുപക്ഷെ CPM-ന്റെ പ്രതീക്ഷ ഭരണപക്ഷത്താവുമ്പോഴും വളരെ നന്നായി സഭയിൽ ഇടപെടുന്നയാളാണ് KV സുമേഷ്. അത്തരം ചില ആളുകൾ M വിജിനെ പോലുള്ള യുവ MLA-മാരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും 2011 താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ UDF-ലെ ഒരു പ്രതിപക്ഷ നിരയുമായി ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ തീർത്തും ശുഷ്കമായ, തീർത്തും ദുർബലമായ ഒരു പ്രതിപക്ഷത്തെയാണ് നമുക്കിപ്പോൾ കടലാസ് കാണാനുള്ളത്. സഭയിൽ അവരുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവി എന്നതുകൂടി അത് തുടർച്ചയെന്നതുകൂടി അറിയേണ്ടതുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ V ശിവൻകുട്ടി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ സ്വീകരിക്കാൻ MLA V ജോയി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. CPM-ന്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കൾ റഹീം, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം A റഹീം ഉൾപ്പെടെയുള്ളവർ പിണറായിയെ സ്വീകരിക്കാൻ എത്തുന്നുള്ളവർ വിമാനത്തിനുള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ തീർത്തും V ശിവൻകുട്ടിയൊക്കെ പ്രതിപക്ഷരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രകടനം ചില വിമർശനങ്ങൾക്ക് വിധേയമാണെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2011 അദ്ദേഹം ഈ പ്രതിപക്ഷ നിരയിലുണ്ടായിരുന്ന നേതാവാണ്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭാവം, സഭയിൽ പാർലമെന്ററി ഇടപെടലുകൾ നടത്തുന്ന നേതാക്കളുടെ അഭാവം, അതുപോലെ തന്നെ ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യാൻ, അവരെ മുൾമുനയിൽ നിർത്താനുള്ള ആക്രമണങ്ങൾക്ക്, അത് വാക്കുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് ശക്തിയുള്ള നേതാക്കളുടെ അഭാവമൊക്കെ ഇത്തവണ ഈ ഇടതു മുന്നണിയുടെ നിയമസഭാ കക്ഷിയിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. 3 പാർട്ടി എന്ന് പറയുമ്പോൾ CPM-ന്റെ MLA-മാരും പിന്നീട് CPI-യുടെ 8 MLA-മാരും മറ്റൊരാൾ RJD-യുടെ MLA ആണ്. അദ്ദേഹം പുതുമുഖമാണ്. ഇത്രയധികം ഉള്ള ഒരു പാർലമെന്ററി നിയമസഭാ കക്ഷിയെ വെച്ച് വേണം ഭരണപക്ഷത്തിനെതിരെ 103 അംഗങ്ങളുള്ള അതിശക്തരായ ഭരണപക്ഷത്തിനെതിരെ അപ്പുറത്ത് 3 MLA-മാരുടെ BJP-ക്കെതിരെയും ഒക്കെ പോരടിച്ച് ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷിക്ക് മുന്നോട്ട് പോകാൻ തീർത്തും വലിയൊരു വെല്ലുവിളിയാണ് CPM-ന്റെ ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷിയെ കാത്തിരിക്കുന്നത്. 11 പാർട്ടികളുള്ള വലിയൊരു മുന്നണിയാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി. അതിൽ ജയിച്ചത് 3 പാർട്ടികൾ മാത്രമാണ്. ഇടതുമുന്നണിയുടെ പ്രധാന ഘടകകക്ഷികൾ പലരും സംപൂജിലായി മടങ്ങുന്ന കാഴ്ച
സംബന്ധിച്ച് അത് കേരള കോൺഗ്രസ് എം ആകട്ടെ, INL ആകട്ടെ, NCP ആകട്ടെ, സോഷ്യലിസ്റ്റ് ജനതാദൾ ആകട്ടെ, എല്ലാവരും സമ്പൂജിതമാകുന്നു. തീർത്തും ദുർബലമായ ഒരു പ്രതിപക്ഷമാണ് ഇപ്പോൾ കടലാസിലുള്ളത്. പക്ഷേ സഭയിൽ അവരുടെ പ്രകടനം എങ്ങനെയാകുമെന്ന് വരുന്ന ആളുകൾ മാത്രമേ മറുപടി പറയുകയുള്ളൂ. യെസ്, തീർച്ചയായും അതാണ് പ്രതിപക്ഷ നിര എന്നത് അത്രമേൽ ശുഷ്കമായി എന്നത് മാത്രവുമല്ല 11 പാർട്ടികളുള്ള LDF-നെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയിൽ സംഭൂജിരായവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് എം ആണ്. അത് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.